അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 4-ാം ക്ലാസ്സിൻ്റെ താരീഖ്, ദുറൂസുൽ ഇഹ്സാൻ എന്നീ വിഷയങ്ങളിൽ പാദവാർഷിക പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം. യോജിച്ചവ ചേർക്കാം. അപ്പോൾ താഴെ 4ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അതിനോട് യോജിച്ചത് ആ ബ്രാക്കറ്റിലുണ്ടാകും. ഓരോന്നിനോടും യോജിച്ചതിന് നേരെ എടുത്തെഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കാം. ശരീരം വൃത്തി ആവാൻ. അപ്പോൾ ശരീരം വൃത്തിയാവാൻ അതിനോട് യോജിച്ചത് ഏതാണ്? അലക്കുക എന്നുള്ളതാണോ, അല്ലെങ്കിൽ കുളിക്കുക എന്നുള്ളതാണോ, അല്ലെങ്കിൽ അസൂയ ഒഴിവാക്കുക എന്നാണോ, അല്ലെങ്കിൽ അടിച്ചു വാരുക എന്നുള്ളതാണോ? ഏതാണ് ഒന്നാമത്തേതിനോട് യോജിച്ചത്? കുളിക്കുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ശരീരം വൃത്തിയാവാൻ കുളിക്കുക. ഇനി രണ്ടാമത്തത് വസ്ത്രം വൃത്തിയാവാൻ. അപ്പോൾ വസ്ത്രം വൃത്തിയാവാൻ എന്താണ് ചെയ്യേണ്ടത്? അലക്കുക. അപ്പോൾ അതവിടെ അലക്കുക എന്നെടുത്തെഴുതുക. മൂന്നാമത്തത് പരിസരം വൃത്തിയാവാൻ. പരിസരം വൃത്തിയാവാൻ എന്താണ് ചെയ്യേണ്ടത്? അടിച്ചു വാരുക. ഇനി നാലാമത്തത് ഹൃദയം വൃത്തിയാവാൻ. ഹൃദയം വൃത്തിയാവാൻ അസൂയ ഒഴിവാക്കുക. അപ്പോൾ ഒന്നാമത്തത് കുളിക്കുക, രണ്ടാമത്തത് അലക്കുക, മൂന്നാമത്തത് അടിച്ചു വാരുക, നാലാമത്തത് അസൂയ ഒഴിവാക്കുക. ഇനി രണ്ടാമത്തത് തെറ്റ് ശരിയാക്കി എഴുതാം എന്നുള്ളതാണ്. ഒന്നാമത്തത് എന്താണ്? എല്ലാവരും സ്വന്തം വീട് ഇഷ്ടപ്പെടുന്നില്ല. ഇത് തെറ്റാണ് അല്ലേ. അപ്പോൾ എല്ലാവരും സ്വന്തം വീട് ഇഷ്ടപ്പെടുന്നു എന്നാണ് അവിടെ എഴുതാനുള്ളത്. അപ്പോൾ അത് അങ്ങനെ ശരിയാക്കി തന്നെ എഴുതണം. എല്ലാവരും സ്വന്തം വീട് ഇഷ്ടപ്പെടുന്നു. രണ്ടാമത്തത് വീട്ടിലേക്ക് കയറുമ്പോൾ ഇടത് കാൽ വെക്കുക. അത് തെറ്റാണ് അല്ലേ. അപ്പോൾ ശരിയാക്കി എഴുതുമ്പോൾ എങ്ങനെ വരും? വീട്ടിലേക്ക് കയറുമ്പോൾ വലത് കാല് വെക്കുക. ഇനി മൂന്നാമത്തത് ചിന്തയും പ്രവൃത്തിയും തിന്മകൾ നിറഞ്ഞതായിരിക്കണം. അത് തെറ്റാണ് അല്ലേ. അപ്പോൾ ചിന്തയും പ്രവൃത്തിയും നന്മകൾ നിറഞ്ഞതായിരിക്കണം. ഇനി നാലാമത്തത് സഹജീവികളെ സംരക്ഷിക്കരുത്. അപ്പോൾ എന്താണ് അവിടെ വേണ്ടത്? സഹജീവികളെ സംരക്ഷിക്കണം എന്നാണ് നമ്മളവിടെ എഴുതി കൊടുക്കാനുള്ളത്. ഇനി അഞ്ചാമത്തത് ജലം മലിനമാക്കണം. അപ്പോൾ അത് ശരിയാക്കി എഴുതുമ്പോൾ എങ്ങനെ വരും? ജലം മലിനമാക്കരുത് എന്ന് വരും. ഇനി മൂന്നാമത്തെ പ്രവർത്തനം ഉത്തരം എഴുതാം എന്നുള്ളതാണ്. ഒന്നാമത്തെ ചോദ്യം, എന്തെല്ലാം ഉൾക്കൊള്ളുന്നതാണ് പ്രകൃതി? എന്തെല്ലാം ഉൾക്കൊള്ളുന്നതാണ് പ്രകൃതി? സുന്ദരമായ മലകളും ജലാശയങ്ങളും ജീവജാലങ്ങളും അന്തരീക്ഷവും ഉൾക്കൊള്ളുന്നതാണ് പ്രകൃതി. ഒന്നുകൂടെ നോക്കാം. സുന്ദരമായ മലകളും ജലാശയങ്ങളും ജീവജാലങ്ങളും അന്തരീക്ഷവും ഉൾക്കൊള്ളുന്നതാണ് പ്രകൃതി. ഇനി അടുത്തത് രണ്ടാമത്തത്, നമ്മൾ എന്തിലെല്ലാം ദുർവ്യയം ഒഴിവാക്കണം? ദുർവ്യയം എന്ന് പറഞ്ഞാൽ അമിതമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് എന്തിലെല്ലാം ഒഴിവാക്കണം എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഈ പാഠത്തിൽ പറയുന്നത് ഒഴുകുന്ന നദിയിൽ ആണെങ്കിൽ പോലും എന്താക്കണം? ദുർവ്യയം ഒഴിവാക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വുളു എടുക്കുന്നത് ഒരു ഒഴുകുന്ന നദിയിൽ നിന്നാണെങ്കിൽ പോലും കുറേ വെള്ളം ഉണ്ടാവുമല്ലോ, എങ്കിൽ പോലും അതിൽ നിന്ന് വരെ വെള്ളം നമ്മൾ എന്താക്കരുത്? അമിതമായി ഉപയോഗിക്കരുത് എന്നാണ് പറയുന്നത്. ഇനി മൂന്നാമത്തത് ഹൃദയം വൃത്തിയാക്കാൻ നമ്മൾ എന്തെല്ലാം ചെയ്യണം? ഹൃദയം വൃത്തിയാക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? കിബർ, ഹസദ്, റിയാ, ഷിർക്ക് തുടങ്ങിയവയെ തൊട്ട് കൽബിനെ ശുദ്ധമാക്കണം. അതുപോലെ തിന്മകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. ചിന്തയും പ്രവർത്തനവും നന്മകൾ മാത്രമായിരിക്കണം. അപ്പം ഇതൊക്കെയാണ് ഹൃദയം വൃത്തിയാക്കാൻ നമ്മൾ ചെയ്യേണ്ടത്. ഒന്നുകൂടെ നോക്കാം. കിബർ, ഹസദ്, റിയാ, ഷിർക്ക് തുടങ്ങിയവയെ തൊട്ട് കൽബിനെ ശുദ്ധമാക്കണം. തിന്മകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. ചിന്തയും പ്രവൃത്തിയും നന്മകൾ മാത്രമായിരിക്കണം. മിസ്വാക്ക് ചെയ്യണം. ചിന്തയും പ്രവർത്തനവും നന്മകൾ മാത്രമായിരിക്കണം. ഇനി അടുത്ത ചോദ്യമാണ് നാലാമത്തേത്. ശരീരം വൃത്തിയാവാൻ നാം ചെയ്യേണ്ടവ. ശരീരം വൃത്തിയാവാൻ നാം ചെയ്യേണ്ടത് ഏതൊക്കെയാണ്? മിസ്വാക്ക് ചെയ്യണം, നഖം മുറിക്കണം, കുളിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? മിസ്വാക്ക് ചെയ്യണം, നഖം മുറിക്കണം, കുളിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താലാണ് ശരീരം വൃത്തിയാവുക. ഇനി അഞ്ചാമത്തത് പ്രകൃതി എങ്ങനെ സംരക്ഷിക്കാം?
അപ്പോൾ പ്രകൃതി എങ്ങനെയാണ് സംരക്ഷിക്കുക? എന്തെല്ലാം ചെയ്തിട്ടാണ്? ഒന്ന്, സഹജീവികളെ സംരക്ഷിക്കുക, അതുപോലെ മരങ്ങളെ വെച്ചുപിടിപ്പിക്കുക, ജലം മലിനമാക്കാതിരിക്കുക, അതുപോലെ അന്തരീക്ഷം മലിനമാക്കാതിരിക്കുക, പ്രകൃതി വിഭവങ്ങളിൽ ദുർവ്യയം ഒഴിവാക്കുക, അതുപോലെ മലകൾ ഇടിച്ചു നിരത്താതിരിക്കുക, വയലുകൾ മണ്ണിട്ട് നികത്താതിരിക്കുക, ജലാശയങ്ങൾ സംരക്ഷിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താലാണ് പ്രകൃതിയെ സംരക്ഷിക്കാൻ കഴിയുക. അപ്പോൾ അതവിടെ എടുത്തെഴുതി കൊടുക്കുക. 4ാമത്തെ പ്രവർത്തനം മുതൽ അങ്ങോട്ടുള്ളത് താരീഖ് എന്ന വിഷയത്തിൽ പാദവാർഷിക പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ 1ാമത്തെ നമുക്ക് നോക്കാം. ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതുക ആദ്യ മുസ്ലിമായവർ. അപ്പോൾ ആദ്യ മുസ്ലിമായവർ ആരൊക്കെയാണെന്ന് ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതുക. അപ്പോൾ 1ാമത്തത് പുരുഷന്മാരിൽ നിന്നും. അപ്പോൾ പുരുഷന്മാരിൽ നിന്നും ആദ്യം മുസ്ലിമായത് ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. 2ാമത്തത് സ്ത്രീകളിൽ നിന്ന് ആദ്യം മുസ്ലിമായത് ആരാണ്? ഖദീജ ബീബി. കുട്ടികളിൽ നിന്ന് അലി റളിയല്ലാഹു അൻഹു. 4ാമത്തത് അടിമകളിൽ നിന്നും സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു. ഇനി 5ാമത്തത് പൂരിപ്പിക്കാം എന്നുള്ളതാണ്. ഖദീജ ബീവിയുടെ ഉപ്പയുടെ പേര് എന്താണ്? ഖദീജ ബീവിയുടെ ഉപ്പയുടെ പേര് ഹുവൈലിദ് എന്നാണ്. അപ്പോൾ അവിടെ ഹുവൈലിദ് എന്ന് എഴുതി കൊടുക്കുക. 2ാമത്തെ ചോദ്യം, ഡാഷ് വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരസ്യ പ്രബോധനം നടത്തി. അപ്പോൾ അവിടെ രഹസ്യ പ്രബോധനം എന്നാണ് വേണ്ടത്. എത്ര വർഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രഹസ്യ പ്രബോധനം നടത്തിയത്? 3 വർഷമാണ് അല്ലേ? 3 വർഷത്തിന് ശേഷമൊക്കെ എന്തായിരുന്നു? പരസ്യമായിട്ട് തന്നെയായിരുന്നു പ്രബോധനം നടത്തിയത്. അപ്പോൾ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രഹസ്യ പ്രബോധനം നടത്തിയത് 3 വർഷം. അപ്പോൾ 3 എന്ന് എഴുതി കൊടുക്കുക. ഇനി 3ാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഡാഷ് പർവ്വതത്തിലേക്ക് കുടുംബക്കാരെ വിളിച്ചു. ഏത് പർവ്വതത്തിലേക്കായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടുംബക്കാരെ വിളിച്ചത്? സഫ പർവ്വതം. അപ്പോൾ അവിടെ സഫ എന്ന് എഴുതി കൊടുക്കുക. 4ാമത്തത്, ഡാഷ് അൽഹാദ ദഅവതന. അപ്പോൾ അവിടെ എങ്ങനെയാണ് വരിക? നമ്മുടെ ടെക്സ്റ്റിലൊക്കെ ഉള്ളത് വേറെയാണ്. അപ്പോൾ ഇവിടെ അലിഹാദ ദഅവതന എന്നുള്ള അതിൻ്റെ മുന്നേ എന്താണ് എഴുതേണ്ടത്? അവിടെ വേണ്ടത് തബ്ബാലക്ക എന്നാണ്. അപ്പോൾ തബ്ബാലക്ക അലിഹാദ ദഅവതന, ഞങ്ങളെ ഇതിനാണോ നിനക്ക് നാശം ഉണ്ടായിരിക്കട്ടെ, ഇതിനാണോ നീ ഞങ്ങളെ ഇവിടേക്ക് ഒരുമിച്ച് കൂട്ടിയതെന്ന് ആരോ ഒന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇപ്പോൾ അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെല്ലാവരെയും പർവ്വതത്തിലേക്ക് ഒരുമിച്ച് വിളിച്ചു കൂട്ടിയപ്പോൾ. അപ്പോൾ അവിടെ വേണ്ടത് എന്താണ്? തബ്ബാലക്ക എന്നാണ് വേണ്ടത്. ഇനി 5ാമത്തത്, തിരിച്ചടിക്കാൻ അള്ളാഹുവിൻ്റെ ഡാഷ് ഇല്ല. അപ്പോൾ അവിടെ അനുവാദമില്ല എന്നാണ്. അപ്പോൾ തിരിച്ചടിക്കാൻ അള്ളാഹുവിൻ്റെ അനുവാദം ഇല്ല. ഇനി 6ാമത്തത്, ഉത്തരം എഴുതാം എന്നുള്ളതാണ്. 1ാമത്തത്, ഹബുഷ രാജാവിൻ്റെ പേര് എന്തായിരുന്നു? ഹബുഷ രാജാവിൻ്റെ പേര് നജ്ജാഷി അല്ലേ? അപ്പോൾ അവിടെ നജ്ജാഷി എന്ന് എഴുതി കൊടുക്കുക. 2ാമത്തെ ചോദ്യം, അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉപ്പയുടെ പേര്. ആ പേര് തന്നെ ഉണ്ട് അല്ലേ? അലി ഇബ്നു അബി ത്വാലിബ് എന്നാണ്. അപ്പോൾ അവിടെ അബി ത്വാലിബ് എന്ന് എഴുതി കൊടുക്കുക. 3ാമത്തത്, നബിയുടെ പിതൃവ്യൻ ആരായിരുന്നു? അബൂലഹബ് ആയിരുന്നു. അപ്പോൾ അവിടെ അബൂലഹബ് എന്ന് എഴുതി കൊടുക്കുക. ഇനി അടുത്തത് 4ാമത്തെ ചോദ്യം, ആദ്യ വഹി ലഭിച്ച സ്ഥലം ഏതായിരുന്നു? ആദ്യ വഹി ലഭിച്ചത് ഹിറാ ഗുഹ. പിന്നെ അടുത്തത് 5ാമത്തത്, ആദ്യ ഹബിഷ യാത്രയിൽ എത്ര മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു? 14 മുസ്ലിങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ആണുങ്ങൾ അഥവാ പുരുഷന്മാർ 10ഉം സ്ത്രീകൾ 4ഉമായിരുന്നു. അങ്ങനെ ടോട്ടൽ 14 മുസ്ലിമീങ്ങളായിരുന്നു. അപ്പോൾ നല്ല രൂപത്തിൽ പഠിക്കുക. അല്ലാഹു തആല ഉന്നത വിജയം തരികയും നമ്മൾ പഠിച്ച ഇൽമുകളൊക്കെ നാഫിയാക്കി തരുമാറും ആവട്ടെ. ദുആ വസിയത്തോടെ നിർത്തുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.